തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ബാലത്രിപുരസുന്ദരി ക്ഷേത്രത്തിലെ പൗർണമി മഹോത്സവത്തിന് തുടക്കമായി. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 7 വരെ 10 ദിവസങ്ങളിലായാണ് ഉത്സവം. ഉത്സവത്തോടനുബന്ധിച്ച് വിദ്യാരംഭം കുറിക്കൽ ചടങ്ങും, ലളിത സഹസ്രനാമ പാരായണം, ദേവീ മഹാത്മ്യ പാരായണം, സംഗീതാർച്ചന എന്നിവയും ഉണ്ടാകും. 51 അക്ഷരദേവതകളുടെ അനുഗ്രഹം കൂടിയിരിക്കുന്ന പൗർണമിക്കാവിൽ വിപുലമായ രീതിയിലാണ് ഈ വർഷം ഉത്സവം നടക്കുക. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 7 വരെ 10 ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുക. കോവളം MLA M. വിൻസെന്റ് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അക്ഷരദേവതാ കടാക്ഷം സ്ഥിതി ചെയ്യുന്ന പൗർണമിക്കാവ് ക്ഷേത്രം നാടിന് അഭിമാനമാണെന്ന് M. വിൻസെന്റ് പറഞ്ഞു. പൗർണമിക്കാവ് ഓരോ സന്ദർഭത്തിലും എത്തുമ്പോൾ നമ്മുടെ മുന്നിൽ ഭക്ത വിസ്മയം തീർക്കുന്ന ഒരു ക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വിസ്മയകരമായ ഒരു പ്രതിഷ്ഠയ്ക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. അതോടുകൂടി ഒരു ക്ഷേത്ര നഗരമെന്ന പോലെ വിശേഷിപ്പിക്കപ്പെടാവുന്ന തലത്തിൽ ഈ പ്രദേശം മാറുകയാണ്. ഒന്നാം ദിന ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ശിവപുരാണ പാരായണം നടന്നു. ഉത്സവത്തിന്റെ 5ാം ദിനമായ വിജയദശമി ദിനത്തിൽ 51 അക്ഷരദേവതാ ക്ഷേത്രത്തിന് മുന്നിൽ വിദ്യാരംഭവും ആദ്യാക്ഷരാരംഭവും നടക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, ആത്മീയ, വൈജ്ഞാനിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വിദ്യാരംഭ ചടങ്ങുകൾക്ക് ഭാഗമാകും. അക്ഷരങ്ങൾ വാക്കുകളാകുമ്പോൾ അതിനൊരു ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് സ്വർണം പോലെ തിളങ്ങണം. ആ സ്വർണം മധുരം ഉള്ള വാക്കുകളാകണമെന്നുള്ളതിന് തേനിൽ മൂക്കി അതിന് യോഗ്യതയും അർഹതയുമുള്ളവർ അവരുടെ നാവിൽ കുറിക്കുന്നു. ഒപ്പം ഈ മലിനമാകാത്ത കൈകൾ കൊണ്ട് അരിയിലും എള്ളിലും ഒക്കെ പുതിയ ഒരു കുഞ്ഞ ആദ്യാക്ഷരം കുറിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. മഹോത്സവത്തിന്റെ സമാപന ദിനമായ ഒക്ടോബർ 7 പൗർണമി ഉത്സവം. പൗർണമി ഉത്സവത്തിന് പുറമെ ദേവതകൾക്ക് പ്രത്യേകം പൂജയും പുഷ്പാഭിഷേകവും നടക്കും. പുലർച്ചെ 4:30 നട തുറക്കുന്നത് മുതൽ രാത്രി 12 മണി വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ജനം, തിരുവനന്തപുരം.